ഹായ് നമസ്കാരം കുട്ടികളെ, എല്ലാവർക്കും ഐഷാസ് ഫ്ലവേഴ്സിലേക്ക് സ്വാഗതം. ഞാൻ ഐഷ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചട്നി വെച്ചിട്ട് മുട്ടക്കറിയാണ്. ചട്നി കൊണ്ടൊരു മുട്ടക്കറി. അപ്പോൾ നല്ല രസമാണ് ഈ മുട്ടക്കറി. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. എന്നാലുള്ളൂ ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ. എല്ലാവരും മറക്കാതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം കേട്ടോ. എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം? ഞാൻ നല്ലൊരു മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. ആ മുട്ടക്കറി ഡിഫറെൻ്റ് ആയിട്ടാണ്, ചട്നിക്ക് അരയ്ക്കുന്ന പോലെയാണ് നമ്മളത് അരയ്ക്കേണ്ടത് കേട്ടോ. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക്, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദോശ, ചപ്പാത്തി, പൂരി, പത്തിരി, അതുപോലെ തന്നെ സീയപ്പം, ഇതിനൊക്കെ പറ്റും. അപ്പം നമ്മൾ തേങ്ങ ചിരണ്ടിയിട്ട് നമുക്ക് എത്രയാണോ ആൾക്കാരെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള തേങ്ങ എടുക്കുക. നമ്മൾ തേങ്ങയിനകത്തേക്ക് 5 പച്ചമുളക് ഇട്ട്, ഞങ്ങളുടെ 5-6 പേരുള്ള 5 പേരുള്ള, അപ്പോൾ അവിടെ 5 പച്ചമുളക് ഇട്ട്, 5 പച്ചമുളകിന് എരിവ് കുറവാണ്, അതാണ് 5 പച്ചമുളക് ഇട്ടത്. ഞാൻ പിന്നെ 8-10 ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ചട്ടി അടുപ്പിൽ വെച്ച് നമ്മൾ എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിനകത്തേക്ക് കടുകിട്ട് പൊട്ടിക്കുക. വത്തൽമുളകിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല കേട്ടോ. വത്തൽമുളക് വേണ്ടാത്തൊന്നും നമ്മൾ ഇടരുത്, ഇത്ര മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. കടുകിട്ട് കരിവേപ്പില ഇടണം കേട്ടോ. കരിവേപ്പില എൻ്റെ അടുത്ത് ഒരു 5-6 അപ്പോൾ ഞാൻ ലാസ്റ്റ് ഇടാമെന്ന് വിചാരിച്ചു കരിവേപ്പില കേട്ടോ. അപ്പോൾ എന്നിട്ട് ഈ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പ് ഇതിനകത്തേക്ക് ഒഴിക്കുക. അത് നമ്മൾ മെല്ലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് അതിനകത്തേക്ക് ഉപ്പിട്ടിട്ടാണ് ഞാൻ അരച്ചത് കേട്ടോ. നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പിടാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ മെല്ലെ ഇളക്കി കൊടുക്കണം. നിർത്താണ്ട് ഇളക്കണം എന്ന് പറയണില്ല, എന്നാലും ഇളക്കി കൊടുക്കണം. എന്നിട്ട് ശകലം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കേട്ടോ. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് ആ പച്ചമണം ഇങ്ങനെ മാറ്റിയെടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ഇത് വന്നിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ വീട്ടിലുള്ള ഹസ്ബൻഡിനും കുട്ടികൾക്കും ഉമ്മാക്കും ഉപ്പാക്കൊക്കെ ഇതൊന്ന് ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെടും അവർ. നാളെ നേരം വെളുത്താലും പിള്ളേർ ഇപ്പോൾ സ്കൂളിൽ പോയിട്ട് അവർക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുകയൊക്കെ വേണ്ടേ. ഇവിടെ പിന്നെ സ്കൂളിൽ പോകുന്ന പിള്ളേരൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് എൻ്റെ മക്കളന്നൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഞാനിങ്ങനെ മാറി മാറി എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും. പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഒരു സിംഗിൾ മദറാണ്. അപ്പോൾ എനിക്ക് എൻ്റെ മക്കൾക്ക് പാപ്പാൻ്റെയും ഉമ്മൻ്റെയും സ്നേഹം കൊടുക്കണം. അവർ വലിയ കുട്ടികളായി, എന്നാലും എനിക്ക് എന്തോ എൻ്റെ മക്കളുടെ കാര്യത്തിൽ ഭയങ്കര ഇതാണ് ഞാൻ. അപ്പോൾ അതിന് ശേഷം അത് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, മുട്ട പൊട്ടിച്ചൊഴിക്കുക അതിനകത്തേക്ക് ഇട്ട്. അപ്പോൾ ഞാൻ 5 പേർക്ക് 5 മുട്ട എടുത്തു കേട്ടോ. എന്നിട്ട് ഈ 5 മുട്ട ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് ഇളക്കാൻ പാടില്ല, മെല്ലെ ഇങ്ങനെ ചുഴറ്റി കൊടുക്കാൻ പാടുള്ളൂ. നമ്മളെപ്പോഴും എന്തുണ്ടാക്കുമ്പോഴും അത് സന്തോഷത്തോടു കൂടി ഉണ്ടാക്കണം. നമ്മുടെ ഫേസ് കറുപ്പിക്കാനോ ഒന്നും പാടില്ല. നമ്മുടെ സ്വഭാവം വളരെ നന്നാക്കി എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴാണ് ആ കറിക്കും പിന്നെ നമ്മുടെ വീടിനും അലങ്കാരം ഉണ്ടാകുള്ളൂ. നമ്മുടെ വീട്ടിലുള്ള മക്കൾക്കും മരുമക്കൾക്കൊക്കെ നമ്മളുടെ സ്വഭാവം നന്നായാൽ അവർക്ക് കിട്ടുന്നൊരു സമാധാനം ഉണ്ടാവില്ല. അത് ഭയങ്കരമായിരിക്കും. അത് കാണുമ്പോൾ നമ്മൾക്കും ഭയങ്കര സമാധാനമാണ്. അപ്പോൾ എൻ്റെ ചാനൽ കാണുന്ന എല്ലാവർക്കും താങ്ക്സ്, നമസ്കാരം.